ഹേ ഗായ്സ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് ദിവസങ്ങളായി ഒരു വാർത്ത നിറഞ്ഞു നിൽക്കുന്നു. എന്താ പറയുക, കല്യാണം കഴിഞ്ഞ ഒരു ആൺകുട്ടിയുമായി 3 മക്കളുടെ ഒപ്പയുടെ കൂടെ ഒരു സഹല എന്ന് പറയുന്ന പെൺകുട്ടി ഒളിച്ചോടിയ ഒരു വാർത്ത. അപ്പം ഇത് എന്താ വെച്ചാൽ ഇവളെ ബാംഗ്ലൂരിൽ നിന്ന് പിടിക്കപ്പെട്ടു എന്നാണ് പറയുന്നുള്ളത്. പക്ഷെ പിടിക്കപ്പെടാനും ഇത് ഇങ്ങനെ ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോയും ജനങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഷെയറിങ് മാത്രമാണ് ഗൈസ്. അപ്പം ഇപ്പം ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. ഇവള് ബേക്കറിയിൽ നിന്ന് ഈ ചങ്ങായിൻ്റെ കൂടെ ഈ 3 മക്കളെ ബാപ്പാൻ്റെ കൂടെ ബേക്കറിയിൽ നിന്ന് സാധനം വാങ്ങുന്ന ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ വൈറലായതിന് ശേഷമാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇവർ രണ്ടുപേരും പിടിക്കപ്പെട്ടത്. അപ്പം ഇനിയുള്ള ജീവിതം എന്താണെന്ന് അറിയില്ല. പക്ഷേ ഈ പിന്നെ പറയുക സഹല എന്ന് പറയുന്ന ഫ്രണ്ടിൻ്റെ ഓഡിയോ ക്ലിപ്പ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. സഹലാൻ്റെ ഈ ഫ്രണ്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇവള് ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടിയാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ജീവിച്ചത് എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഒളിച്ചോടിക്കോ കല്യാണം കഴിച്ചോ ഒക്കെ ചെയ്തോ, പക്ഷേ എതിർവശത്ത് എന്താ ആ വ്യക്തിക്ക് കുട്ടികളുണ്ടോ കുടുംബമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് ഓർത്താൽ നന്നായിരിക്കും. എന്താ വെച്ചാൽ നിങ്ങൾക്കൊന്നും ഒരിക്കലും ഇതുപോലെ ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു തോന്നൽ വേണ്ട. കാരണം 1-2 കൊല്ലം ശരിക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമായിരിക്കും, പിന്നെ നിങ്ങളെ തകർച്ചയായിരിക്കും. ഈ കർമ്മ എന്ന് പറയുന്ന സംഭവമില്ലേ, അതെന്തായാലും മരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിരിക്കും. അതങ്ങനെയാണ് ഗൈസ്. നമ്മൾ വിചാരിക്കും നമുക്ക് ഈ അർമാദിക്കുമ്പോൾ നമുക്കൊന്നും ഒരു ചിന്തയുണ്ടാവില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് എല്ലാ ലൈഫും അങ്ങ് അർമാദിച്ച് ആഘോഷിച്ച് ജീവിക്കും. അപ്പോൾ അത് എന്തായാലും കർമ്മ എന്നൊരു സംഭവമുണ്ട്, അത് തിരിച്ച് കിട്ടിയിരിക്കും. അതിപ്പം അവരുടെ കയ്യിൽ നിന്നല്ലെങ്കിലും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അത് തിരിച്ച് കിട്ടാതെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങൂല. അവരുടെ കണ്ണീരിലെ ആ ഒരു കണ്ണീരനുഭവിച്ച ആ ഒരു വ്യക്തിനെ ോടുള്ള കണക്ക് തീർക്കാതെ ദൈവം നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് വിടുന്നു വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവർ രണ്ടുപേരും ഒളിച്ചോടി പോകുമ്പോൾ ഏതോ ഒരു ബേക്കറി കയറി സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ CCTV ഫുട്ടേജ് ഇതിലുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഫസ്റ്റ് കണ്ടു നോക്കാം. അതിനുശേഷം നമുക്ക് എന്താ പറയുക, ഈ സഹല എന്ന് പറയുന്ന പെൺകുട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് വൈറലായിട്ടുണ്ട്. നമുക്കതും കൂടി ഒന്ന് കേട്ട് നോക്കാം. ഒരിക്കലും ഞാൻ അവൾ ചെയ്തത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. 100% ചെയ്തത് തെറ്റാണ്. പക്ഷേ എന്നാലും ഒരുപാട് അനുഭവിച്ച കുട്ടി. ഇപ്പം ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ട് പ്രവാസിയുടെ ഭാര്യ കുറേ സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവനെ പറ്റിച്ച് പോയി എന്നൊക്കെ. പക്ഷെ ആ സുഖങ്ങളൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വോയിസ് ഇടുമ്പോൾ നിങ്ങൾ ഒരിക്കലും കരുതരുത് കേട്ടോ, ഞാൻ അവളെ അനുകൂലിക്കുന്ന ഒരാളാണെന്ന്. ഞാൻ ഇപ്പോഴും ഞാൻ ഒരേ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. കാരണം അവൾ ചെയ്തത് 100% ഇതല്ല അവൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി വീട്ടിലേക്ക് തിരിച്ചു പോവാനോ വീട്ടുകാരോട് പറയാനോ ഒക്കെ ചെയ്യാനോ. പക്ഷെ മുന്നൊരിക്കൽ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവൾ വീട്ടിൽ പറഞ്ഞ് പിന്നെ എല്ലാം പ്രയാസങ്ങളും മാറുന്നുള്ള രീതിയിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് അവൾ തിരിച്ചു പോയത് എന്നുള്ളത് അവൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു മാറി നിൽക്കുന്ന പ്രകൃതി എല്ലാത്തിനും. കാരണം ഇവർക്ക് നമ്മളെവിടെ പോകുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് പറയില്ല ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ പോയിക്കോളെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും മാറി നിൽക്കുകയായിരുന്നു. മുന്നൊന്നും ഒരു 3 വർഷം മുന്നൊന്നും നമുക്ക് അവളെ കോൺടാക്ട് ചെയ്യാനേ പറ്റിയില്ല. കാരണം ആ സമയത്ത് ഒരു മൊബൈൽ ഫോൺ വരെ ഇല്ലാത്തൊരു ഇതായിരുന്നു. പറയില്ല നമ്മൾ മൊബൈൽ ഇല്ലായിട്ടാണ്. പിന്നെ ഒരിക്കലും ഞാനിങ്ങനെ അങ്ങനെ ചോദിച്ച സമയത്ത് അന്ന് എനിക്ക് മൊബൈൽ ഇല്ലായിരുന്നു, അത് കംപ്ലൈൻറ്റ് ആയിപ്പോയി. ഇപ്പോഴാണ് എനിക്ക് മൊബൈൽ കിട്ടിയത്. ഞാൻ ചോദിച്ചു അതൊന്ന് എത്രയും കാലം ഈ ഒരു മൊബൈൽ വാങ്ങാത്ത ചോദിച്ചപ്പോൾ അത് വലിയൊരു സ്റ്റോറിയാണ് എന്നോട് പറഞ്ഞിട്ട്. അതേപോലെ നിങ്ങളിപ്പോൾ ഇതിൽ GPay വരെ ഇല്ല എന്നുള്ള പറഞ്ഞ കാര്യം, ഞാൻ ഒരു ദിവസം ഒരു സ്കാനർ ഇന്ത്യയിൽ കിട്ടി പറഞ്ഞ് ഇതൊന്ന് പേ ചെയ്യുമോ. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ഞാൻ എൻ്റെ ഇടാം. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ബാലൻസ് ഉണ്ടാവണമെന്നില്ലല്ലോ. അന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ചെയ്തോ, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു അതെല്ലാം എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്, എൻ്റെ ഉണ്ടെങ്കിൽ ചെയ്യില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൊണ്ടുപോയി ഇടിയിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, ഞാൻ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് ആ പൈസ ഞാൻ ചെയ്തും കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ എനിക്ക് GPay ഇല്ല എന്നുള്ള ചോദിച്ച സമയത്ത് പറഞ്ഞില്ല, അത് ഞാനിതുവരെ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവൾ അറിയുന്ന ഒരാളോട് ചോദിച്ചു അവളുടെ ലൈഫ് എങ്ങനെയാണെന്ന്
ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്ത് ഞാൻ ചോദിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു പാവം കുട്ടിയാണ്, എന്താ നല്ലൊരു കുടുംബിയാണെന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായി. അപ്പം പിന്നെ ഞാൻ ചിന്തിച്ചു, പിന്നെ എന്തായിരിക്കും ഇവിടെ മറക്കുന്ന കാര്യങ്ങൾ ഞാൻ ആലോചിച്ചു. ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചാൽ പറഞ്ഞു, ഇവിടെ ഉമ്മക്ക് ചെറിയ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, അപ്പോൾ അത് ഞാൻ നോക്കണം. പിന്നെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ ജോലിയാണ്, പിന്നെ വീടിൻ്റെ പണി നടന്നുകൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ മുന്നിൽ പഴയ കല്യാണം കഴിച്ച വീട്ടിൽ ബാക്കൊക്കെ പൊളിച്ച രീതിയിലാണ്. ഞാനിപ്പോൾ മുന്നിൽ ഒരു ഷീറ്റിട്ട് അവിടെയാണ് ഞാൻ നിൽക്കാറ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവൾ വോയിസ് എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായിരിക്കും, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൂഫാക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ എത്രത്തോളം വിശ്വസിക്കുന്ന എനിക്കറിയില്ല, പക്ഷേ എങ്കിൽ ഒരു പ്രൂഫാക്കിയിട്ട് ഞാൻ എൻ്റെ ഫോൺ മാറിയ സമയത്ത് ആ വോയിസ് ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് കണ്ട സമയത്താണ് ഞാൻ സംസാരിച്ചു ഞാൻ ചോദിച്ചിട്ടുണ്ടായി, എന്താ ഇങ്ങനെ വോയിസ് ഇടുന്നത്? അപ്പം എന്നോട് പറഞ്ഞേ സിസ്റ്ററിലോ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. സിസ്റ്ററിലോ പിന്നെ അതേപോലെ മദറിലോ ഒക്കെ അടുത്തുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവൂലേ എന്നുള്ള, വോയിസ് ക്ലിയർ ആവൂലേ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു, കേൾക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ അതിപ്പോൾ എനിക്ക് ശീലമാണ്. ചിലപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സിസ്റ്ററിലോ അടുത്തുണ്ടാവും, അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും. എനിക്ക് ടൈപ്പ് ചെയ്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു സിസ്റ്ററിലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, കാരണം ഞാൻ ഇപ്പോൾ അവളുടെ വീട്ടിലാണ് പറഞ്ഞു, സിസ്റ്ററിലോയുടെ വീട്ടിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ സൗണ്ട് കുറച്ചത്. കാരണം അവൾ മേബി ശ്രദ്ധിക്കുകയാണെങ്കിൽ മോശം രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ ചോദിച്ചു ഇവിടെ താമസിക്കാൻ പോയതാണോ? അങ്ങനെ അല്ല, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒളിഞ്ഞ് വിളിക്കും, അപ്പോൾ ഞാൻ ആ പണികളൊക്കെ ചെയ്യും. ആ ചെയ്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പണിയില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞാൻ ചെയ്ത് വെച്ച് അവളുടെ മകൻ ഉണ്ടല്ലോ, മോനെ സ്കൂളിൽ നിന്ന് കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരൂ അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഹസ്ബൻഡ് ഒന്നും പറയുന്നത് ഞാൻ ചോദിച്ചപ്പോൾ അതിപ്പോൾ നമ്മൾ ആട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ അതിനൊന്നും എന്ത് പറയാനാന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ മകൻ്റെ വോയിസ് ഞാൻ കേട്ടു. ഉമ്മ ആൻ്റെയൊക്കെ എപ്പോഴും എടുത്ത് കൊടുക്കും, ആൻറ്റി എപ്പോഴും ഉമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുള്ള മോനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വോയിസ് ഇടുന്ന സമയത്ത് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ നമ്മളൊരു ഫണ്ണായിട്ട് ചോദിച്ചു, അതെന്തിനാ ഇനി അവർക്ക് പോയി പണിയെടുത്ത് കൊടുക്കുന്നത്? എന്നാൽ വേറെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുത്താൽ നീ അവിടെ പോയിട്ട് അവർക്ക് പണിയെടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ പറഞ്ഞാൽ നമ്മളൊന്നും പ്രതികരിക്കില്ല, അത് മുന്നാൾ കേട്ട് നിൽക്കുള്ളൂ. പിന്നെ ഒരു ദിവസം കുറേ ഗ്യാപ്പിന് ശേഷം ഞാൻ ഒരു ദിവസം എന്തോ ചാറ്റ്സ് ഉണ്ടപ്പോൾ ഞാൻ റിപ്ലൈ ചോദിച്ചു, എവിടെയാണെന്ന് ചോദിച്ചു. സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു എന്താ വീട്ടിൽ വന്നത്? അപ്പോൾ പറഞ്ഞു ഞാൻ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനിനി തിരിച്ച് പോകുന്നില്ല എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഹസ്ബൻഡ് വന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ എന്നോട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. തിരിച്ച് വീട്ടുകാർ പറഞ്ഞതല്ല, പക്ഷെ മറിച്ച് ഹസ്ബൻഡ് എന്തായാലും എൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവില്ല, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നൽകിയതിൻ്റെ പേരാണ് അവൾ തിരിച്ച് അവളുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയത്. ഒരു കാര്യത്തിൽ നമ്മൾ എന്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഒന്നിനും അവൾ ഇറങ്ങില്ല. കാരണം മേബി ചിലപ്പോൾ ഫിനാൻഷ്യൽ ചോദ്യത്തിൽ എല്ലാവർക്കും വരുന്ന കാര്യമാണ്. എല്ലാവരുടെ ലൈഫിലും നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. എപ്പോഴും ഇപ്പോൾ ഒരേ പോണ പൈസയും കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ലല്ലോ. അതൊക്കെ സഫർ ചെയ്ത് അപ്പോൾ എന്നോട് പറഞ്ഞു വീട് പണിയാണ്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഹസ്ബൻഡിന്. അപ്പോൾ ഒന്ന് ഗൾഫിൽ പോകണോ, ഗൾഫിൽ പോയാൽ എന്തെങ്കിലും സെറ്റാവും എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇതിനുള്ള നോക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ്. അപ്പോൾ ആരും ഇതുപോലുള്ള ചതിക്കുഴിയിൽ പോയി വീഴാതിരിക്കുക. എതിർവശത്ത് നമുക്കൊരു കുടുംബമുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ ഒരാളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയി അതിൽ നിന്ന് പാതി വഴിയിൽ നിന്ന് ആ ഒരു വ്യക്തി ഉപേക്ഷിച്ച് പോകുകയെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ ആയിട്ടും? അപ്പോൾ ആരും ഇതുപോലൊന്നും ചെയ്യാതിരിക്കാൻ. എൻ്റെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.